cool. Oh, eating. Oh, different tribes. Oh, there is a difference in Kachari tribes also. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഈ ഫെസ്റ്റിവലിന് ഒരുപാട് മില്ലറ്റ്സിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത് നമ്മൾ കണ്ട കഴിഞ്ഞ ദിവസം പറഞ്ഞ ചെടിയല്ലേ അത്? അവരത് എനിക്ക് തോന്നുന്നു കഴിക്കാനും ഉപയോഗിക്കുന്നു. പണ്ട് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു പൂച്ചമണി എന്ന് പറഞ്ഞിട്ട്. അതായിരിക്കത്തില്ല, ചിലപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഭക്ഷ്യധാന്യം ആയിരിക്കും. അതുപോലത്തെ ഒരു സാധനമാണിത്. അപ്പൊ ഇവരെനിക്ക് തോന്നുന്നു ഇത് കൺസ്യൂം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സംഭവം അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമുക്ക് അറിയത്തില്ല. ഇതെനിക്ക് തോന്നുന്നു മില്ലറ്റ്സുകളാണ്, പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകം ഫുള്ള് അവരതുപോലുള്ള സാധനങ്ങൾ വെച്ച് ഡെക്കോർ ചെയ്തിരിക്കുകയാണ്. ഫുള്ള് എല്ലാം നമ്മൾ കഴിക്കുന്ന എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ചോളം തന്നെ പല കളറിലുണ്ട്. അതെ, ഇവിടെ ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് ചെടികൾ. ഇത് എനിക്കൊന്ന് ഗോതമ്പ് പോലെ എന്തോ ഒരു സാധനം. എല്ലാം ഭയങ്കര ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ മില്ലറ്റ് കൊണ്ട് അവരത് ചെയ്തേക്കുന്നത്. നോക്കാം, ഹോൺബില്ലിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എത്ര ഹോൺബില്ലുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ എല്ലാം ഫുൾ അതാണ്. ഓ, അത് ശരിയാ. ഓ, അപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് 6 ഡിഫറെന്റ് മില്ലറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് മില്ലറ്റ്സിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകാൻ വരാം. അപ്പോൾ അവർ സ്റ്റോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വെളിയിൽ കണ്ട സാധനങ്ങൾ, അതായത് ഡെക്കോർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന എല്ലാ സാധനങ്ങളും, അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വെറൈറ്റീസും അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ സാമ്പിൾ, അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ഡിസ്പ്ലേ ഐറ്റംസും കാര്യങ്ങളുണ്ട്. നമുക്കതുപോലെ തന്നെ അത് ബൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ വിത്ത്, അതായത് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള സാധനം സെപ്പറേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം. ഇതെല്ലാം എഡിബിളായിട്ടുള്ള മില്ലറ്റ്സുകളാണ്. അപ്പോൾ എനിക്ക് ആകെ ഇത് കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായത് നമ്മളുടെ റാഗിയാണ്. അതുപോലെ തന്നെ പൾസസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രയേറെ വെറൈറ്റീസ് ഇത് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരെന്തുമാത്രം കൃഷിയെയൊക്കെ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ നെല്ലിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഇല്ലേ, അതുപോലെയാണ് ഇവിടെ മില്ലറ്റ്സിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നത്. കേരളത്തിലൊക്കെ ഫെസ്റ്റ് നടക്കാറില്ലേ, അതായത് നമ്മളുടെ ഓസ്ട്രേലിയയിലൊക്കെ നടക്കുന്ന നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് സ്റ്റാളുകളാണ് ചെടിക്ക് വേണ്ടിയിട്ട്, ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഈ ക്രാഫ്റ്റുകളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ആദ്യം കണ്ടത് അവരുടെ ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ്. അപ്പോൾ ഇതിനകത്തൂടെ അത് ശരിയാണ് കണ്ടോ, കുമ്പിളിൻ്റെ കൃഷി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് സ്റ്റാളുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സുകളാണല്ലോ ഒരുപാട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകൾ അങ്ങനത്തേതാണ്. ഇനി നമുക്ക് അവിടെയൊക്കെ കയറി കാണാം. നമ്മുടെയൊക്കെ നാട്ടിൽ ഉപയോഗമില്ലാതെ നടക്കുന്ന ഒരു സാധനം എന്താ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ തുളസിയുടെ പൂവ്, കാട്ടുതുളസിയുടെ പൂവുണ്ട്, പനിക്കൂർക്കയുടെ പൂവുണ്ട്, അങ്ങനത്തെ സ്മെല്ലുള്ള ഒരുപാട് പൂക്കളുണ്ടല്ലോ, അത് ഉണക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഹെർബൽ ടീസ് ഒക്കെ ഉപയോഗിക്കാനും മെഡിസിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വെളുത്തുള്ളി ഉണക്കാനിട്ടേക്കുന്നത്. നോക്ക്, സ്റ്റോളൊക്കെ രാവിലെ തുറന്നു വരുന്നേ ഉള്ളൂ, സമയമാകുന്നതേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി നേരത്തെയാണ്. നമ്മൾ നടന്നിട്ട് വന്നപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റോള് കണ്ടു.
ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം എന്നോട് പറയും അപ്പോൾ അവിടുന്ന് കുറച്ചെങ്കിൽ വാങ്ങിച്ചോണ്ട് വന്നുകൂടെ ഇരുന്ന്. ഇത് നോക്കിക്കേ, ഇതിനകത്ത് നോക്കിക്കേ, നല്ല രസമാണ് കാണാൻ. ഒരുപാട് ചെടികളുണ്ട്. ഇന്റീരിയർ ഡെക്കോറിനൊക്കെ പറ്റിയ ഒരുപാട് പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ആ കുറേ കാണുന്ന നല്ല രസമാണ്. അവിടെ പുതിയ വീട്ടിലൊക്കെ വെക്കാൻ പറ്റും തന്നെ. നല്ല രസമാണ് പൂ കാണാൻ. ഇതൊക്കെ ഒറിജിനൽ ആണോ അവിടെ? അത് പ്ലാസ്റ്റിക് ആണോ? സൂര്യകാന്തിയാണോ? പക്ഷേ ഇത് നമ്മളുടെ അരി ടൈപ്പല്ല. ഇതൊക്കെ കണ്ട ഒറിജിനലാണെന്ന് പോലും പറയത്തില്ല. ഇത് നോക്കിക്ക്, ഇപ്പുറത്തും ഉണ്ട്, ഇവിടെയുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാബേജൊക്കെ വിരിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. ഈ സൈഡിൽ ഒരുപാട് അതിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഈ ഓറഞ്ച് പൂവൊക്കെ നല്ല രസമാണ് കാണാൻ. ഇത് ഫോണിൽ കാണുന്നതിനെക്കാട്ടി ഭംഗിയാണ് ഇത് നേരിട്ട് കാണാനായിട്ട്. അപ്പൊ ഇവരിതിനെല്ലാം ഇപ്പൊ നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. പേര് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പേരൊക്കെ എന്തോ ടൈപ്പ് നമ്മുടെ വീടൊക്കെ ഡെക്കോർ ചെയ്യാൻ അങ്ങനത്തെ ഓരോ കാറ്റഗറീസ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറീസിന് മത്സരം നടത്തിയിട്ട് അതിനകത്ത് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, കൺസോർഷ്യം പ്രൈസ് അങ്ങനെ കിട്ടിയതിനെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. അതാണ് ഇത്ര ഭംഗി. ഇവിടെ കണ്ട ഓർക്കിഡിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നോക്ക് എന്ത് രസമാണ്. ഇതൊന്നും ഓർക്കിഡാണോ? ഇതല്ലെന്ന് തോന്നുന്നു. അതെ, ഇത് നോക്ക്. ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. വീട്ടിലില്ല, നമ്മളുടെയൊക്കെ നാട്ടിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ഒറിജിനലാണ്. നമ്മളങ്ങനെ നാഗാലാൻഡിലെ കൊഹിമയിലുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഫുൾ ഹോൺബിൽ ഫെസ്റ്റിവലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം 2000-ലാണ് ആദ്യമായിട്ട് ഈ ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ തുടങ്ങുന്നത്. അപ്പം ഇപ്പോഴാണ് ഈ അടുത്തിടയ്ക്കാണ് ഇത്ര പോപ്പുലർ ആയത് തന്നെ. ശരിക്കും 2015 സമയത്തേക്ക് ഈ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്തു, ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ ഇത്ര വലിയ ഹൈപ്പ് കിട്ടുന്നതും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ടൂറിസ്റ്റായിട്ട് വരുന്നതും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് റൂമൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്നിവിടെ കൂടെയാണ് നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്കോ മെയിൻ കാഴ്ചകളിലേക്ക് പോകാം. തണുപ്പുണ്ടോ? തണുപ്പുണ്ട്. അപ്പോൾ ഈ വെയിലത്തേക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ സുഖം കിട്ടും. വെയിലത്ത് നിന്നപ്പോഴാണ് സൗണ്ട് നേരെ വരാൻ തുടങ്ങി. തണുപ്പത്തേക്കുമ്പോഴത്തേക്ക് നമുക്ക് സൗണ്ട് അങ്ങോട്ട് വരുന്നില്ല. ഈ കൊത്ത പറയത്തില്ല, അതുപോലെ ഇരിക്കുകയാണ്. കുറച്ചു നേരം വെയിൽ കേട്ടം ആരംഭിക്കുകയാണ് ഗൈസ്. നാഗ ട്രൈബ്സ് അവർ ട്രഡീഷണൽ ആയിട്ടുള്ളതൊക്കെ നിന്ന് Ladies and gentlemen, these are our 18 outstanding. We would also like to felicitate our chief guest, Lady White, a Naga sash. ടോട്ടൽ ഒരു 10-18 ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ ഒരു സമയത്ത് ഇവിടെ ഒത്തുകൂടുകയും അവരവരുടെ ട്രൈബ്സിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ രീതികൾ, ജീവിത രീതികൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയും അവരുടെ ഡാൻസ്, വാറ്, അതുപോലെ തന്നെ അവരുടെ കുക്കിംഗ് സ്കിൽസ്, വീവിങ് സ്കിൽസ്, പോട്ടറി സ്കിൽസ് എല്ലാം തന്നെ ഇവിടെ മാറിയും തിരിഞ്ഞും കാണിക്കും. അങ്ങനെ ഒരു 10-12 ദിവസം തന്നെ ഇവിടെ ഒരു ഭയങ്കര ആർഭാടകരമായിട്ട് നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് പോലെ ഉള്ള പരിപാടികളാണ്. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ഇൻ ആൻഡ് അറൗണ്ട്
ഫുള്ളി ഒരു ഫെസ്റ്റിവലിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡെക്കോർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്ത് പരിപാടിയാണോ അവിടെ നടക്കുന്നത് അത് ഇംഗ്ലീഷിൽ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, എന്ത് ഇൻസ്ട്രുമെൻറ്റ്സാണ് യൂസ് ചെയ്യുന്നത്, അവരെന്ത് പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിക്കുന്നത്, ഏത് ക്ലാനാണ്, എല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് സത്യത്തിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കൂടുതലും അവിടെയുള്ള ആളുകളേക്കാൾ കൂടുതൽ ഞങ്ങൾ ടൂറിസ്റ്റുകളെയാണ് കണ്ടത്. എസ്പെഷ്യലി മലയാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ട്രൈബ്സ് അവരായിട്ടുള്ള പല രീതിയിലുള്ള ഫോക്ക് സോങ്ങുകൾ, ഡാൻസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടുള്ള ഈ അരീനയിൽ അവരുടെ ഈ ഡാൻസ് പ്രോഗ്രാമുകളും നടക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ 16 ട്രൈബ്സ് ഉണ്ടല്ലോ മെയിനായിട്ട്. അതിൽ ഓരോ ട്രൈബ്സിൻ്റെ അവരുടെ ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യണം. ഒരു 10 ദിവസം അങ്ങനത്തെ പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റും. ഈ ഫസ്റ്റ് ദിവസം ഒന്നും വന്നു കളയരുത്. ഈ 2 മുതൽ 6, 7 വരെയുള്ള ദിവസങ്ങളാണ് ഈ പ്രോഗ്രാം അടിപൊളിയായിട്ട് നടക്കുന്നത്. ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസിൻ്റെ ഒരു സംഭവമാണ്. അങ്ങനെ നമുക്ക് ഓരോ ട്രൈബ്സിനും ഓരോ സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റാളിലായിട്ട് കയറി ഇറങ്ങാൻ പോവുകയാണ്, അതായത് നിരങ്ങാൻ പോവുകയാണെന്ന്. ഇത് അങ്കാമി എന്ന് പറഞ്ഞൊരു ട്രൈബ്സ് ആണ്, അവരുടെ ഒരു സ്റ്റാളാണ്. ഓക്കെ, ഇവിടെയുള്ള ഓരോ ട്രൈബ്സിനും അവരുടേതായ ഒരു സ്റ്റോളുണ്ട്. അതായത് സ്റ്റോൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ട്രൈബ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ആ സ്റ്റോളിൽ കാണാൻ പറ്റും. അതായത് അവരുടെ ഒരു നമ്മൾ അങ്കിൻ്റെ വീടൊക്കെ കണ്ടില്ലേ, അതുപോലെ ഒരു അങ്കിൻ്റെ വീട് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ അതിനകത്ത് എങ്ങനെയാണെന്നും പുറത്തെങ്ങനെയാണെന്നും അവരുടെ സിമ്പിൾസ്, അവരുടെ രീതികൾ, അവർ വിയർ ചെയ്യുന്ന ഓർണമെൻറ്റ്സ്, ടൂൾസുകൾ, അപ്പം അവരതുപോലെ തന്നെ ഹണ്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ അതേ ഡ്രസ്സിൽ നിൽക്കുന്ന 2 പേര് നമ്മളെ വെൽക്കം ചെയ്യാൻ കാണും. അപ്പം അങ്ങനെ ഓരോ ക്ലാൻസിനും ഓരോ പേരുമുണ്ട്. അപ്പോൾ അതേ നമ്മൾ അങ്കിൻ്റെ വീട്ടിൽ കയറി കണ്ടതുപോലത്തെ അതേ കാഴ്ചകളൊക്കെ തന്നെയാണ്. ആ പഴമ അതേ രീതി നിലനിർത്തുന്ന രീതിയിലാണ്. അപ്പോൾ ഇവർ അവരുടേതായ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ഇതൊക്കെ നമുക്ക് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പലതും ഹാഫ് കുക്ക്ഡും ഒക്കെയാണ്. നമുക്ക് മിഥുൻ്റെയൊക്കെയാണ് ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത്. ട്രൈ ചെയ്യാമോ? ട്രൈ ചെയ്യാൻ വെച്ചേക്കുവാണോ? സ്മോക്ക് ചെയ്തോണ്ടേ, സ്മോക്ക്ഡ് മീറ്റ് ഉണ്ടോ? മിഥുന. അപ്പോൾ ഇത് അടുത്തതാണ് കുക്ക് ചെയ്യുന്നത്. അതായത് അപ്പോൾ അവരുടെ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഇത് വ്യത്യസ്തമാണ്. കാരണം ഇവർ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉണ്ട്. അവരുടെ ഓർണമെൻറ്റ്സ്, തൊപ്പികൾ, ബാഗുകൾ, ഇതൊക്കെ അവർ തന്നെ നമ്മളിങ്ങനെ നമ്മുടെ കൈത്തറിയിൽ ഉണ്ടാക്കില്ല അതുപോലെ ഉണ്ടാക്കിയതാണ് കണ്ടത്. ഇതുപോലെ 2 പേര്, ഒരു ചേച്ചി ഒരു ചേട്ടനും, ഇതുപോലെ അവരുടെ ട്രഡീഷണൽ രീതിയിൽ ഒരുങ്ങി നമ്മളെ വെൽക്കം ചെയ്യാൻ എല്ലാ ഹട്ടിൻ്റെയും മുമ്പിലുണ്ട്. നമുക്ക് അവരോട് അവരുടെ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഒട്ടുമിക്ക എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ഇവിടെ ആകെ കണ്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ 2 സാധനം ഫ്രീ ആയിട്ട് വെച്ചുകൊണ്ട് എടുത്ത് കഴിക്കാന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ മുറൂങ്സ് എന്ന് പറഞ്ഞ അടുത്തൊരു ട്രൈബ്സിൻ്റെ അവരുടെ ഇതിലേക്ക് പോവുകയാണ്, ഹട്ടിലേക്ക് പോവുകയാണ്. സ്പ്രിംഗ് ബ്ലോസം ആണ് നിൽക്കുന്നത്. സീസൺ കഴിഞ്ഞിട്ട് ഇലയൊക്കെ വന്ന് നിൽക്കുകയാണേ. കച്ചാരി മുറുഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വീടെന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു കച്ചാരി ട്രൈബ്സിന്റെ ഒരു ഫോർട്ട് കണ്ടില്ലേ, അതാണ് ഇവരുടേതാണ്. ഓ അതേണ്ട ആ സെയിം പില്ലേഴ്സ് മറ്റേ ഇത്.
is your traditional dress? Yes. Okay, okay, but you look different. Oh, different tribes. Oh, there is a difference in Kachari tribes also. Oh, sub-tribes. Oh, okay, okay, fine, fine. Okay, okay, yes. Orca, smoky, yeah. അവരുടെ പ്ലേറ്റ് നോക്ക്. നമ്മള് മറ്റേ അവിടെ വെച്ച് പ്ലാസ്റ്റിക് ഇതിന്റെ കണ്ടില്ല, എന്റെ തടിയുടെ വലുത്. പട്ടുനൂൽ പുഴു. ഈ സാധനത്തിനെ പുഴുങ്ങി വറുത്ത് വിൽക്കാൻ വെച്ചിരിക്കുകയാണിത്. നമ്മളെ തിന്നാൻ കൊള്ളത്തില്ലത്. ഈ കാണുന്നത് നമ്മുടെ പുൽച്ചാടിയെ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇതെന്താ? ഇതെന്തും ചോദിച്ചാൽ ഇത് റൈസിനകത്ത് എന്താ? എന്തായാലും ചിക്കൻ പിക്കിളുണ്ട്, ഡ്രൈഡ് സിൽക്ക് വേം പിക്കിൾ. ഇതൊക്കെ പുൽച്ചാടിയും കാര്യങ്ങളും ഒക്കെയാണ്. What is this? Silkworm. For eating. No, we don't eat like alive. We boil and then we fry. Oh, okay. I'll try to. അമ്മ തിന്നു, അമ്മ. അച്ഛ ഇപ്പൊ തിന്നാൻ വരുമല്ലോ. അവക്ക് കൊടുക്കണ്ട. നിന്നിട്ട് വേഗം പോകുന്ന ഇവിടുന്ന് നല്ലത്. സ്റ്റാള് മാറുന്നതിനനുസരിച്ച് സ്റ്റോളിൽ കിട്ടുന്ന സാധനങ്ങൾ മാറി തുടങ്ങി. ഇപ്പം പുഴുവും പുൽച്ചാടിയും വരെ എത്തിയുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്തോ ആവും. ഇനി അതൊക്കെ എവിടെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് വേണ്ടിയിട്ടല്ല, ഒരു ക്യൂരിയോസിറ്റി. എന്നാലും പോയി കാണണം. അപ്പൊ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം. 100 രൂപയ്ക്ക് വാങ്ങിച്ച അരി കൊണ്ടുള്ള എന്തോ ഒരു സാധനം. ഇതേ വിശ്വാസം നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല. ഇവർ എന്തൊക്കെയാ തരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ടെടി? ഡ്രൈ ആണെന്ന് തോന്നല്ലേ? നമ്മുടെ അരി അതിനകത്ത് എള്ള്. ആണോ? നല്ലയാണോ? അവക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇടപാട് ഒപ്പിക്കളയാം. എന്ത് വേണ്ട? എന്ത് പറ്റി? അരിയും അർജു എന്ന് പറയുന്ന ഒരു ട്രൈബ്സിൻ്റെ ഒരു വീടാണ്. ഇതിൽ എക്സ്റ്റീരിയർ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. ബാക്കി ഇൻറ്റീരിയേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ. അതിൻ്റെ ട്രഡീഷണൽ അറ്റയർ ധരിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം പുറത്ത് കാണാം. ഇവരെല്ലാം അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് സാധനങ്ങളെല്ലാം ഉണ്ട്. മെയിൻലി പോർക്കാണ് എല്ലാ ഐറ്റംസും. പിന്നെ കുറേ പുഴുവും അത് ഇതൊക്കെ വറുത്തതും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോൺ വെജ് ഒന്നും ട്രൈ ചെയ്യേണ്ട. അങ്ങനത്തെ ഐറ്റംസാണ്.
കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. എൻ്റെ പുറകിലിരിക്കുന്നത് കണ്ടോ, അത് അവരൊക്കെ ഒരുപാട് ജനറേഷൻ പുറകിലുള്ളവരാണ്. ആക്ച്വലി ഇപ്പോഴത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരാണ് പെർഫോമൻസുകൾ നടത്തുന്നത്. അപ്പം കണ്ടോ, അപ്പം ഇനിയുണ്ട് നമുക്ക് കാണാൻ. ബാക്കി ആ കാഴ്ചകളിലേക്ക് പോകാം. എങ്ങനെയുണ്ട്? പേടി തോന്നുന്നുണ്ടോ? സംഭവം കൊള്ളാം. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും നമ്മൾ ക്യാമറയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടറിയേണ്ടതല്ല, ശരിക്കും ഇവിടെ വന്നു തന്നെ അറിയേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലേ, ഒരുപാടുണ്ട് കാണാൻ. നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് കാണിച്ചെടുക്കാൻ പറ്റുന്നതല്ല ഈ കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും 1-2 ഇവിടെ ദിവസം നിന്ന് ഇത് അറിയുക തന്നെ വേണം. അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇത് എന്താണ് സംഭവം. ഒരു മ്യൂസിയം പീസ് പോലെയൊക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പം അവരത് ലൈവായിട്ട് പെർഫോം ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത ഒരു ട്രൈബിന്റെ അടുത്തേക്കാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത്. അവരവിടെ ഇരിക്കുന്ന കണ്ടോണ്ടാണ് ചെന്നത്. അവരുടെ ഓർണമെന്റ്സ് ഒക്കെ കാണണം, അടിപൊളിയാണ്. അവർ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്നാക്സ് ഒക്കെ എടുക്കുന്ന ടൈമാണ്. ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് എല്ലാവരും. ഇവർ കുറച്ചും കൂടെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം. ആ വെയിലത്ത് നിന്ന് പെർഫോം ചെയ്തിട്ട് ചായ കുടിക്കുകയാണ്. അവരുടെ നമ്മൾ ആ തലയിൽ അതന്നെ തലയിൽ വെച്ചിരുന്നതാണ്. ഇതിലിരിക്കുന്ന ഈ ഫെദേഴ്സ് എന്ന് പറയുന്നത് മറ്റേ ഹോൺബില്ലിന്റെ ഫെദേഴ്സ് ആണ് അവർ വെച്ചിരിക്കുന്നത്. അവരത് എത്ര മനോഹരമായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് കണ്ടു തന്നെ അറിയണം. അതില് അവര് വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ രോമവും വാലും ഒക്കെയാണ് അവർ ബാക്കി അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ വീണ്ടും മറ്റൊരിടത്തേക്ക് വന്നതാണ്. എല്ലാവരും ഇതേപോലെ വേഷം ഇട്ട് നിൽക്കുന്നവരുടെ എന്താ പറയുക കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലൊക്കെയാണ് മൊത്തത്തിൽ. അപ്പം ഒന്നിനോട് ഡിഫറെൻ്റ് ആണ് എപ്പോഴും. ഇവിടെ വെടിപൊട്ടിയിൽ മത്സരമൊക്കെ ഉണ്ട്. മത്സരമല്ലേ, 100 രൂപ ഒരു ഷോട്ടിന്. അങ്ങനെ ഞങ്ങൾ നടന്ന് കൊയാങ് ട്രൈബ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അടിപൊളി. എല്ലാവരും ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇതാണ് അവരുടെ വേഷം. അതായത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഓരോ ട്രൈബിനും ഓരോ വേഷമാണ്. അവരുടെ വേഷത്തിലെ മണിക്കിലുക്കമാണ് ഈ കേൾക്കുന്നത്. ഇവരാണ് നമ്മൾ പോയി ലോങ് മെയിൽ വെച്ച് കണ്ടത്. ലോങ് മെയിൽ നമ്മൾ പോയി അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ വില്ലേജിലും പോയി എല്ലാം ചെയ്തതാണ് സംഭവം. സെയിം ആൾക്കാർ. അങ്ങനെ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്യാണ്. ഇതൊക്കെ ഇവരുടെ ഒരു ഫൺ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഈ പരിപാടികളൊക്കെ. അപ്പോൾ ദിവസം ഇപ്പോൾ ഇന്ന് ഡാൻസ് അവതരിപ്പിച്ച ക്ലാൻസ് നാളെ അവരുടെ വേറൊന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 10-15 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നത്. ഇനി രാത്രിയിൽ കോൺസേർട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഒന്ന് ടൈം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ. അപ്പം ഇനി നമുക്ക് മാവോ മാർക്കറ്റ് പോകണം. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ.